കൊയിലാണ്ടിയിലേക്ക് പോവുക കേട്ടോ. ഞാനും ദേവും ഉണ്ട്. ഇന്ന് കുഞ്ഞോസിദ്ധു ഇവരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കേട്ടോ ഞാനും ദേവും കൊയിലാണ്ടിയിലേക്ക് ഇറങ്ങിയത്. കാരണം ഞാൻ എൻ്റെ 2 ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഒന്ന് ശോഭികയിൽ നിന്ന് ഒന്ന് പുറത്തുനിന്ന് എടുത്തത്. അപ്പോൾ ഒന്ന് ശോഭികയിൽ തന്നെയാണ് നമ്മൾ അടിക്കാൻ കൊടുത്തത് കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അത് വാങ്ങണം. നല്ല വെയിലത്താട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിയത്. നമ്മൾ കൊയിലാണ്ടി ശോഭികേൻ്റെ സൈഡിൽ തന്നെ ശോഭികേൻ്റെ തന്നെ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ അവിടെ കൊടുക്കും. അവിടെ ആവുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതേ രീതിയിലൊക്കെ അവർ തയ്ച്ചു തരും കേട്ടോ. ഞാൻ അതിന് മുന്നേ ഉള്ള സാരീൻ്റെ ബ്ലൗസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശോഭികയിൽ തന്നെയാണ് കേട്ടോ തയ്പ്പിക്കുക. അപ്പോൾ എനിക്ക് ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 5 ദിവസത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2-3 ഡ്രസ്സൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഞാൻ ശോഭികയിൽ നിന്ന് ഒന്നെടുത്ത് പിന്നെ പുറത്തുനിന്ന് 2 ചുരിദാർ എടുത്താട്ടോ. അങ്ങനെ ഒരു ചുരിദാർ ഞാൻ ഇവിടുന്ന് തന്നെയാട്ടോ അടിക്കാൻ കൊടുത്തത്. അവിടെ എന്ന് വെച്ചാൽ നമ്മളെ അറിയുന്ന ചേച്ചിമാർ തന്നെയാണ് കേട്ടോ അധികം സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഓൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇവിടെ എനിക്ക് ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുത്തത്. അപ്പോൾ ഏകദേശം നമ്മളൊരു ടേസ്റ്റും കൂടി ഓർക്ക് വേഗം മനസ്സിലാവും കേട്ടോ. പിന്നെ എവിടെ പോയാലും ഒരു കണ്ണാടി കണ്ട് ഞാനായാലും ദേവു ആയാലും അതിൻ്റെ മുന്നൊരു പട്ടിഷോ അതൊരു നിർബന്ധം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഓട്ടോ വിളിച്ച് കൊയിലാണ്ടിക്ക് പോയിട്ടോ. കൊയിലാണ്ടി ശോഭികയിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ സ്റ്റാൻഡിലേക്ക്. ഓട്ടോയിൽ തന്നെ അങ്ങോട്ട് പോയി. നല്ല കത്തുന്ന വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ആ വെയിലത്താണ് പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു കോള് വന്നത് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും നമ്മളെ എന്തെന്നാ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിച്ച് കാത്തിരുന്നൊരു കാര്യം കൂടി നമ്മളിതിൽ വാങ്ങാൻ പോകുന്നവർ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ ഈ പോകുന്നത്. എന്താ വെച്ചാൽ നിങ്ങളോട് പ്രത്യേകം പറയണ്ട, കാരണം നിങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാർ, നിങ്ങളാണ് ഇത് തന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ കാണാനും പറയാനും ഫസ്റ്റ് പറയേണ്ടതൊക്കെ നിങ്ങളോട് തന്നെയാണ് കേട്ടോ. നിങ്ങളാണ് ഇതിൻ്റെ പറയാനുള്ള ഏറ്റവും കൂടുതൽ അധികാരമുള്ള ആൾക്കാർ നിങ്ങൾ തന്നെ. അപ്പോൾ നമ്മളെ പ്ലേ ബട്ടൺ കൈ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കൊയിലാണ്ടിയിൽ ഇറങ്ങാൻ നോക്കുന്ന സമയത്താട്ടോ കോള് വന്നത് കൊറിയറിന്. അപ്പോൾ ഞാനത് വാങ്ങാൻ വേണ്ടി പോയി. അതിനുശേഷം പിന്നെ നമ്മൾ ഫാൻസിയിലൊക്കെ പോയിട്ടോ. ദേവുവിന് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ. പിന്നെ ഞാനും അതേപോലെ തന്നെ ഫാൻസി കണ്ടാൽ പിന്നെ നോക്കണ്ടല്ലോ. നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് 3-4 അറിയുന്ന കുറച്ച് ഫാൻസികളുണ്ട്. അപ്പോൾ ആടിയെല്ലാം കയറി 2-3 സാധനമൊക്കെ വാങ്ങി. അപ്പോൾ ഈ സ്കൂൾ വിടുന്നൊരു ടൈമൊക്കെ ഉണ്ട്, 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലൊക്കെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെ സ്റ്റാൻഡ് കുറേ കാലത്തിന് ശേഷം കേട്ടോ കൊയിലാണ്ടി സ്റ്റാൻഡിലൂടെയൊക്കെ ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ കൊയിലാണ്ടിക്കാർക്കൊക്കെ ഒരു ഹായ് ഉണ്ടേ. അപ്പോൾ അതിനുശേഷം കൊയിലാണ്ടിയിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു എന്ന്. അപ്പോൾ അവിടെ പോയിട്ട് അതും കൂടെ വാങ്ങിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ പിന്നും വന്നത് ഫാൻസിയിലേക്കാണ്. അത് കഴിഞ്ഞ് ഫാൻസിയിൽ നിന്ന് പിന്നെ നമ്മൾ സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള ബ്യൂട്ടി പാർലറിൽ പോയിട്ടോ. അവിടെ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയാണേ. അപ്പോൾ ഇതേപോലെ തന്നെ അവിടുത്തെ ചേച്ചി എനിക്ക് 2-3 പ്രാവശ്യമായിട്ട് എൻ്റെ പുരികം ത്രെഡ് ചെയ്ത് അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിൻ്റെ പേര് എന്നോട് ചോദിക്കരുത്, എന്നോട് മറന്നുപോയി. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയെങ്കിലും ഞാൻ ആ ബ്യൂട്ടി പാർലറിൻ്റെ പേര് ഞാനിതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ സ്റ്റാൻഡിൻ്റെ മുകളിലാണ്, മേപ്പയ്യൂർ ബസ് പോകുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് അറിയുന്നവർ ഇനി ആ ചേച്ചിയുടെ അടുത്ത് തന്നെ പോവുക കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ കുറേ സാധനങ്ങൾ അല്ലാത്ത സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞാൻ ഏച്ചീൻ്റെ മോളെടുത്ത് പോയിട്ടോ. എൻ്റെ മൂത്ത ഏച്ചി പ്രേമേച്ചീൻ്റെ മോളെടുത്ത് പോയി. അവൾ ഡോക്ടർ അറിയാലോ, ഹോമിയോ ഡോക്ടർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ അവളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അതുല്യ എന്നാണ് പേര്. അപ്പോൾ ഞാനൊരു സിപ്പപ്പെല്ലാം വാങ്ങിയത് ഓളടുത്തേക്ക് പോകുന്നപ്പോൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ, അവളെ ക്ലിനിക്കിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ സിപ്പപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ സിപ്പപ്പ് വാങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ച് ഞങ്ങൾ പഴയരയ്ക്ക് വന്നിട്ടോ. ദേവുവിന് ബസ് സീറ്റ് കിട്ടിയിട്ടില്ല, കുത്തനെ നിന്നതായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സീറ്റ് കിട്ടിയാലും അവൾ എനിക്ക് തരും കേട്ടോ. കാരണം എനിക്ക് എന്തൊക്കെയോ ക്ഷീണവും പ്രശ്നങ്ങളാണ് ബസ് കയറിയാൽ കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇരുന്നമ്മയെന്ന് പറയും. കാരണം ഇല്ലെങ്കിൽ ഓക്ക് പണിയാവുമെന്നറിയും. എനിക്കെന്തോ തലകറങ്ങുന്ന പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരും. അപ്പോൾ ഞാൻ സുഖമായിട്ട് സീറ്റിലിരുന്നാന്നേ വന്നേ. നമ്മളെ കുഞ്ഞുമക്കൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ സജീഷറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. സ്കൂളിൽ നിന്ന് വന്ന് എല്ലാം റെഡി ആയിട്ട് എൻ്റെ മക്കൾ കാത്തു നിന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഈ സാധനം നമ്മളെ കൈ കിട്ടുക എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്തോ നമുക്ക് കിട്ടാത്തൊരു സാധനം കിട്ടിയ ആ സന്തോഷം മക്കളെ എൻ്റെ ഒക്കെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ കാരണങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാണ്. ഒരിക്കൽ കൂടിയും പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഒരുപാട് സപ്പോർട്ടൊക്കെ വേണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.